പ്രിയമുള്ളവരെ, നമ്മുടെ പുണ്യപിതാവായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ 73ാമത്തെ ഓർമ്മ തിരുനാളിലേക്ക് നാം കടന്നു വരികയാണ്. ധന്യനായ പിതാവിന്റെ മെത്രാഭിഷേകത്തിന്റെ 100 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ 2026 വർഷത്തിൽ പിതാവിന്റെ 73ാമത്തെ ഓർമ്മ തിരുനാൾ ആചരിക്കുമ്പോൾ അഭിമന്യ പിതാവിന്റെ ജീവിതം മുഴുവൻ മുമ്പിൽ വരച്ചു കാണിക്കാവുന്നത് തന്റെ ഭവനത്തിൽ ഉള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനെ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ എന്നുള്ളതാണ്. കൂടുതൽ അറിയുന്തോറും അതിയായ അത്ഭുതമുളവാക്കുന്നതാണ് പിതാവിന്റെ ജീവിതം. ഇന്ന് ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് മാർ ഇവാനിയോസ് പിതാവിന്റെ വിവേകം എന്ന പുണ്യത്തിലാണ്. ആരാണ് വിവേകിയായ മനുഷ്യൻ? ധാരാളം നിർവചനങ്ങൾ വിവേകത്തെ പറ്റിയും വിവേകിയായ മനുഷ്യനെ പറ്റിയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ എന്നെ ഏറ്റവും സ്പർശിച്ച ചില നിർവചനങ്ങൾ ഇങ്ങനെയാണ്: വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവനാണ് ഒരു വിവേകിയായ മനുഷ്യൻ. അപാരമായ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും വിവേചന ശക്തിയുടെയും ഉൾക്കാഴ്ചയുടെയും വ്യക്തിത്വമാണ് ഒരു വിവേകിയായ മനുഷ്യൻ. പ്രതികൂല സാഹചര്യങ്ങളും പോലും അതിന്റെ നടുവിൽ നിന്ന് നന്മ കാണാനും അതിനെ അനുകൂലമാക്കാനും കഴിയുന്ന വ്യക്തിയുടെ പേരാണ് വിവേകി. വിശുദ്ധ ഗ്രന്ഥത്തിൽ പല പ്രാവശ്യവും വിവേകത്തെ പറ്റിയും വിവേകിയായ മനുഷ്യനെ പറ്റിയും പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്ന് കർത്താവ് പറയുന്നു. 10 കന്യകമാരിൽ 5 വിവേകവതികളായ കന്യകമാരെ പറ്റിയും നാം വായിക്കുന്നു. പ്രതികൂലങ്ങളിൽ പതറാതെ നിരാശപ്പെടാതെ അവയെ അനുകൂലങ്ങളാക്കി മുന്നോട്ടു പോകാൻ കഴിയുന്നത് വിവേകികൾക്കാണ്. മാർ ഇവാനിയോസ് പിതാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അതുതന്നെയാണ്. അനേകം പ്രതികൂലങ്ങളുടെ നടുവിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു. എന്നാൽ അതെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോയി. കാരണം അദ്ദേഹത്തിന് വ്യക്തമായ ലക്ഷ്യവും തീരുമാനവും ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. മുണ്ടൻ മലയിൽ നിന്ന് ഇറങ്ങി തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ അദ്ദേഹം അനേകം നഷ്ടങ്ങൾ സഹിച്ചു. എന്നാൽ നഷ്ടപ്പെടുന്നതിന്റെ വേദനയേക്കാൾ നേടാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു അദ്ദേഹം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു സഭാ സമൂഹത്തെ രൂപപ്പെടുത്തി ഇന്ന് 96 വർഷങ്ങൾക്ക് ശേഷം നാം കാണുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വളർച്ച അതിന്റെ തെളിവാണ്. ഒരു ഇടവകയില്ല, ഒരു രൂപതയില്ല, ഒരു വൈദികനില്ല, ഒരു കുടുംബം പോലും ഇല്ല എന്ന നിലയിൽ ആരംഭിച്ച സമൂഹം ഇന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ അനേക രൂപതകളോടും മെത്രാന്മാരോടും ആയിരക്കണക്കിന് വൈദികരോടും സന്യസ്തരോടും സ്ഥാപനങ്ങളോടും ഇടവകളോടും ലക്ഷക്കണക്കിന് വിശ്വാസികളോടും കൂടിയ അനുഗ്രഹീത സഭയായി വളർന്നു. ഇതെല്ലാം ഒരു വിവേകിയായ മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഫലമാണ്. മാർ ഇവാനിയോസ് പിതാവിന് ഉപേക്ഷിക്കേണ്ടത് എന്താണെന്നും നേടേണ്ടത് എന്താണെന്നും വ്യക്തമായ ബോധമുണ്ടായിരുന്നു. കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുക എന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനുവേണ്ടി എന്തുപേക്ഷിക്കാനും അദ്ദേഹം തയ്യാറായി. നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിൽ നാം പാടുന്ന ഗീതം ഇപ്രകാരം പറയുന്നു: കാലേ കണ്ടു സത്യം നിലനിൽക്കും എന്ന ഗീതം. ഈ ഗീതത്തിന്റെ ആഴത്തിലുള്ള സന്ദേശം മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സത്യം മാത്രമേ നിലനിൽക്കൂ. ഈ ലോകവും സമ്പത്തും നശ്വരമാണ്. അതിനാൽ ദൈവസ്നേഹത്തെ തിരഞ്ഞെടുക്കുകയും ദൈവത്തെ നേടാൻ വേണ്ടി എല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് വിശുദ്ധരുടെ വഴി. ഒരു വിവേകിയായ മനുഷ്യൻ സത്യം കണ്ടെത്തുന്നു, കണ്ടെത്തിയ സത്യം അനുഭവിക്കുന്നു, അനുഭവിച്ച സത്യത്തിൽ ജീവിക്കുന്നു, ജീവിച്ച സത്യം ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുന്നു. മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതം ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അബ്രഹാത്തിന്റെ വിശ്വാസം, മോശയുടെ നേതൃത്വശേഷി, തോമാസ് ലീഹായുടെ ബോധ്യം, പൗലോസ് ലീഹായുടെ തീക്ഷ്ണത, ഈ 4 മഹത്തായ സുവിശേഷതകളും നമ്മുടെ പുണ്യപിതാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അംഗങ്ങളായ നമുക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം കണ്ടെത്തുകയും ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതാണ് ഈ പുണ്യപിതാവിന്റെ ഓർമ്മ പെരുന്നാൾ. അതിനുള്ള കൃപ നമുക്ക് പ്രാപിക്കട്ടെ. ഈ പുണ്യപിതാവിന്റെ മധ്യസ്ഥത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതകാലത്ത് തന്നെ ഈ പുണ്യപിതാവിനെ ഔദ്യോഗികമായി വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് കേൾക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കുടുംബങ്ങളെയും സഭയെയും സമൂഹത്തെയും
ധന്യനായ പിതാവിന്റെ മധ്യസ്ഥത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോൽഗോഥ തന്നെ മുണ്ടന്മല യാഗാർപ്പണത്തിൻ തിരുമകുടം. ഗോൽഗോഥ തന്നെ മുണ്ടന്മല യാഗാർപ്പണത്തിൻ തിരുമകുടം. മുൾക്കിരീടം ചൂടി കണ്ണീരിൽ മുങ്ങിയോരാചാര്യയോഗി തൻ യജ്ഞപീഠം. മുൾക്കിരീടം ചൂടി കണ്ണീരിൽ മുങ്ങിയോരാചാര്യയോഗി തൻ യജ്ഞപീഠം.